ഹലോ. അപ്പം ഇന്ന് ഉച്ചക്കത്തേക്ക് കറി വെക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ മാച്ചാനാണ്. 2 മാച്ചാനേ കിട്ടിയിട്ടുള്ളൂ. ഇത് കറുത്ത ആവോലി അല്ലെ ബ്ലാക്ക് പോംഫ്രെറ്റ് എന്നൊക്കെ പറയുന്ന മീനാണ്. നല്ല ടേസ്റ്റുള്ളൊരു മീനാണ്. അപ്പം പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. 2 മീനല്ലേ ഉള്ളൂ. എളുപ്പം നമ്മുടെ പണിയെല്ലാം കഴിയും. പിന്നെ അധികം ചെതുമ്പലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എളുപ്പമാണ്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ചിറകുകളെല്ലാം കട്ട് ചെയ്ത് ചെതുമ്പലൊക്കെ ക്ലീൻ ചെയ്ത് തലയുടെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് വയറിനകത്തുള്ള സാധനങ്ങളും എല്ലാ വേസ്റ്റും കളഞ്ഞ് വൃത്തിയായിട്ട് ഒട്ടും തന്നെ മീൻ ഉടയാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം നമുക്കിതൊന്ന് കുടംപുളിയും മുളകൊക്കെ ഇട്ട് മുളക് കറി വെക്കാം. അതാണ് കൂടുതൽ ടേസ്റ്റ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത്ര വൃത്തിയായിട്ട് മീൻ കട്ട് ചെയ്യുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ മീൻ കട്ട് ചെയ്യുന്ന ഫുൾ വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. ഏറ്റവും ലാസ്റ്റാണ് വാലൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒട്ടും ഉടയാതെ കിട്ടുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇങ്ങനെ കഴുകിയത് പോരാഞ്ഞിട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ട് നല്ലോണം തേച്ചൊരച്ച് കഴുകുന്നുണ്ട്. അത് ഞാൻ ആഡ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പീസായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം 2 മീനല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് വട്ടത്തിൽ അരിയാണെങ്കിൽ നമുക്ക് പീസ് കുറവായിരിക്കും. അത് കാരണം ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ കുറേ പീസസ് കാണും. അപ്പോൾ വിളമ്പാനും ഒക്കെ എല്ലാവർക്കും തികയും. അങ്ങനെ പിന്നെ പരന്ന മീൻ ഇങ്ങനെയാണ് വെട്ടുന്നത് ഇവിടെ പൊതുവേ. പിന്നെ ആലപ്പുഴ സൈഡിലാണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പച്ച മീൻ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഒട്ടും ഉടയാതെ തന്നെ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് എല്ലാ മീനും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം വൃത്തിയായിട്ട് കട്ടെല്ലാം ചെയ്തെടുത്തു. എന്നിട്ട് കൊച്ചുള്ളി അല്ലെങ്കിൽ സവോളയാണ് വേണ്ടത്. ഞാനിവിടെ സവോളയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു അരമുറി സവോള, അരമുറി തക്കാളിക്ക്, ഒരു മീഡിയം സൈസ് ഇഞ്ചിയും, ഒരു 8 തൊട്ട് 9 വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതയ്ക്കണം. ഒരു 4 പച്ചമുളക്. ഇതെല്ലാം റെഡിയാക്കി വെക്കണം. എന്നിട്ട് ചട്ടി അടുപ്പയിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് ഉലുവയിട്ട് പൊട്ടിച്ച് കഴിഞ്ഞ് പച്ചമുളകും നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് മുളക് പൊടി അങ്ങ് ഇടുകയാണ്. ഒരു 4 സ്പൂൺ മുളക് പൊടി ഇട്ട് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഒരു 2 കപ്പ് വെള്ളവും ഒഴിച്ച് ഉപ്പും കുടംപുളിയും ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കും. അപ്പം ഞാൻ ഇതിനകത്ത് ഫിഷ് മസാല ഇട്ടിട്ടുണ്ട്. നിറബറയുടെ ഫിഷ് മസാലയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏതിൻ്റെ ഫിഷ് മസാല വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി ഈ ഫിഷ് മസാലയ്ക്കകത്ത് ഇതെല്ലാം വരും. അതുകൊണ്ട് അങ്ങനെ ഇതെല്ലാം ഇട്ട് മീനും ഇട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കണം. അങ്ങനെ തിളപ്പിച്ച് കറിയൊക്കെ നന്നായിട്ട് കുറുകി വറ്റി വരുമ്പോൾ നമ്മൾ അടിപൊളി ഒരു മാച്ചാൻ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ പീസൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ല കുറുകിയ കറിയാണ്. ചോറിനപ്പോൾ മത്തി വറുത്തതും ചമ്മന്തി, കാന്താരിയും മാങ്ങയും കൂടി ഇട്ട് അരച്ച ചമ്മന്തിയും പാവയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ നമ്മുടെ സ്പെഷ്യൽ മാച്ചാൻ കറിയുമായിരുന്നു. അപ്പോൾ പിന്നെ നാരങ്ങ അച്ചാറും ഇഞ്ചിക്കറി ഓണത്തിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചൊരു ഉച്ചയൂണ് സെറ്റാക്കി. അടിപൊളി ഊണായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ മീൻ കറി. അപ്പോൾ ശരി, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി